ஃபைனலி ரிவீல் பண்ணிட்டா. நானும் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, പേസ്. അതെ എന്താ പറയല്ലേ, ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്തു ഇതാണ് അതെ അതെ ഭുവനേഷ് അതെ എന്ന്. ഓക്കെ, അപ്പോൾ മതിരി മതിയെന്ന് പുള്ളി. അപ്പോൾ അവളും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കണം എന്ന്. അവൾ കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവളെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയും ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ഒരുപക്ഷെ അനുമോളെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഇന്നൊരു സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. വേറൊന്നുമല്ല, അനുമോളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അനുമോള് വിവാഹത്തിന് ശേഷം പുതിയൊരു പ്രതികരണ വീഡിയോ ഇട്ടിട്ടുണ്ട്. മനസ്സ് തുറന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പം ആദ്യ പ്രതികരണമാണ് പുള്ളിക്കാരിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അത് പങ്കുവച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ വരാം. അപ്പം അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അനുമോളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ടും കൂടെ ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം അതിന് മുമ്പ് ഞാൻ ആദില നൂറയുടെ ഒരു വീഡിയോ വെച്ച് തരാം. ആദില നൂറ ഫുഡ് കഴിക്കുന്ന സമയത്ത് പായസത്തിന് വേണ്ടിയിട്ടും പപ്പടത്തിനൊക്കെ വേണ്ടിയിട്ട് അടികൂടുന്നൊരു വീഡിയോ അവർ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. രസകരമായിട്ടുള്ളൊരു സംഭവമാണ്, ഞാനിവിടെ ഒന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് ആദില നൂറ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ആദിലയും അതുപോലെ അനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ കഴിഞ്ഞു. പുറത്തിറങ്ങിയിട്ട് അവർ നല്ല സുഹൃത്തുക്കളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു പായസത്തിനും പപ്പടത്തിനും വേണ്ടിയിട്ട് അടികൂടുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകെ. ഷുഗർ കട്ടാണെന്ന് സ്റ്റോറിയിലിടും. 4 റൗണ്ട് ബോളി പായസം, ചോറ്, ആദില നൂറ. ഇതാണ് എന്ത് നല്ല വ്യൂ. ഓക്കെ, ഇനി അനുമോളുടെ പ്രതികരണം ഞാൻ വെച്ചുതരാം. അതിനുശേഷം സ്റ്റാർ മാജിക് ടീംസുകളെല്ലാം അനുമോൾക്കും അതുപോലെ അനുമോളുടെ ഹസ്ബൻഡിനും വിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. അതിനകത്ത് ലക്ഷ്മി നക്ഷത്രമുണ്ട്, ബിനീഷ് ബാസ്റ്റിനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപ് ജോണുണ്ട്. നമുക്കറിയാം, അനുമോൾ എന്നൊരു ഒരു ആക്ട്രസിനെ നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഒട്ടുമിക്ക ആളുകളും ഏറ്റെടുക്കുന്നത് അല്ലേ. അതിനുശേഷമൊക്കെയാണ് ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ സ്റ്റാർ മാജിക്കാണ് അനുവിൻ്റെ എല്ലാ ഇതിനും കാരണമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സ്റ്റാർ മാജിക് ടീംസും കുറച്ച് കാര്യങ്ങളൊക്കെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അനുവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചുതരാം. അതിന് മുമ്പ് അനുവിൻ്റെ ഒരു പ്രതികരണം, അനുവും അതുപോലെ അനുവിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അധികം സംസാരിക്കുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടുപോകാം. ഫൈനലി നമ്മുടെ മാരേജ് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡാണോ, ലവ് മാരേജിൻ്റെ നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാണ്, തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എപ്പോഴും വേണം. പിന്നെ വേറെന്താ, ഭുവനേഷിന് എന്താ പറയാനല്ലേ? ஃபைனலி ரிவீல் பண்ணிட்டா. நானும் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, പേസ്. അതെ എന്താ പറയല്ലേ, ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ് എന്ന്. ഓക്കെ, അപ്പോൾ മതിയെന്ന് പുള്ളി കുറച്ചേ സംസാരിക്കുള്ളൂ. അതെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. പിന്നെ വേറൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഞങ്ങൾ ഇന്നലെയൊന്നും ഇന്നും ഉറങ്ങിയിട്ടില്ല. കാരണം 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. ഒരു 4 മണിക്കാണ് ടെമ്പിളിൽ ഞങ്ങൾ എത്തിയത്. ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഇനി മേക്കപ്പൊക്കെ ചെയ്തൊരു കേരള വെഡ്ഡിങ്, റെഡ് സാരിയൊക്കെ ഉടുത്ത്, പറയണ്ടായിരുന്നു, റെഡ് സാരിയൊക്കെ കുഴപ്പമില്ല, സാരിയൊക്കെ ഉടുത്ത് വേറൊരു മേക്ക് ഓവറിൽ വരാൻ പോവാണ്. ഒപ്പം ഭുവനേഷും ഉണ്ട്. പുള്ളിയും എൻ്റെ ഔട്ട്ഫിറ്റാണ് ഇടുന്ന നേരത്ത് ജുബല്ലേ, കുർത്ത പോലത്തെ ജുബയും മുണ്ടൊക്കെ, അതും വെറൈറ്റി ആയിട്ടും. അപ്പം അതൊക്കെ കാണാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. വീണ്ടും
പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിഘോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, നമ്മളെ ഇഷ്ടമില്ലാത്ത, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഉള്ള സന്തോഷം ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തത് ഒന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അനു പറയുന്ന കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയാമെന്നാണ് പറയുന്നത്. അപ്പം അനു തന്നെ പറഞ്ഞിട്ടുണ്ട് അറേഞ്ച് മാരേജ് ആണ്, ലവ് മാരേജ് അല്ല. പിന്നെ ഭുവനേശ്വർ സംസാരിക്കാൻ പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് ഒന്ന് നാണം വന്ന് ഇരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. എന്തായാലും അതൊക്കെ ഓക്കെ ആവും. എന്തായാലും അനുവിൻ്റെ കൂടെയാണല്ലോ മുമ്പോട്ട് പോകുന്നത്. അനു എന്തായാലും അതൊക്കെ മാറ്റിയെടുക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും അനുവിനെ ഇഷ്ടപ്പെടുന്നവർക്കല്ല ഇതൊരു സന്തോഷം ഉള്ളൊരു നിമിഷം തന്നെയാണ്. നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുപാട് ഞാൻ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനുമോള്. ഓക്കെ, ഇനി സ്റ്റാർ മാജിക് ടീംസിൻ്റെ പ്രതികരണം കൂടെ ഞാൻ ഇവിടെ നിന്ന് വെച്ചുതരാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കേ. എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമാണ്. നമ്മുടെ വീട്ടിലൊരു കുട്ടി, നമ്മുടെ ഒരു അനിയത്തിക്കുട്ടിയുടെ ഒരു ബിഗ് ഡേ ആണെന്ന്. അവള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തിട്ടുള്ളൊരു പേരാണത്. അത് വെറുതെ കിട്ടിയിട്ടുള്ളൊരു പേരല്ല, അത്രയും ഹാർഡ് വർക്കാണ്. കാരണം ബിഗിനിങ് സ്റ്റേജ് മുതൽ എന്താണ് അനു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹിക്കാറുണ്ട്, ഞാൻ അവളെ കൊഞ്ചിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ തല്ലുകൂടാറുണ്ട്, കുറച്ച് നാൾ പിണങ്ങിയിരിക്കാറുണ്ട്, വീണ്ടും ഞങ്ങൾ കൂടാറുണ്ട്. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അവളുടെ ബിഗ് ഡേയിൽ ഭയങ്കര സുന്ദരിക്കുട്ടിയായിട്ട് ഭുവൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കിളിലുള്ള പലരും ഇതുപോലെ കല്യാണം കഴിച്ചപ്പോൾ അനു പറയും, ചേച്ചി എനിക്കിനി എന്നാ ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റും. അനു ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ, അനുവിനെ പൊന്നുപോലെ നോക്കണ ഒരാളുടെ കയ്യിലേക്ക് അനുവിനെ കൊടുക്കാൻ പറ്റിയപ്പോൾ, അല്ലെങ്കിൽ അനുവിന് അത്രയും നല്ലൊരാളെ കിട്ടിയപ്പോൾ വി ആർ സോ മച്ച് പ്രൗഡ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അനുവിനെ സ്റ്റാർ മാജിക്കിലും ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നറായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അനുവിനെയും അതുപോലെ തന്നെ ഭുവനെയും എന്താ പറയുക, നിങ്ങൾ ബ്ലസ് ചെയ്യുക, അനുഗ്രഹിക്കുക. ആൻഡ് നമ്മൾ മലയാളികൾക്ക് ഒരു തമിഴ് ഒരു എന്താ പറയുക, ഒരു സൂപ്പർ പയ്യനെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു വാം വെൽക്കം ടു ഭുവൻ ടു. താങ്ക് യു ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ് ടു ബോത്ത് ഓഫ് യു. ഞാനിപ്പോൾ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള അനുവിൻ്റെ വെഡ്ഡിംഗ് പാർട്ടിയിലാണ്. അനുവിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു രീതിയിൽ കല്യാണം അറേഞ്ച് ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തണമെന്നുള്ളത്. അതിലൊരു ഭാഗമാകാൻ പറ്റി. അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനു എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. ഒരുപാട് കാലം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സഹപ്രവർത്തകയാണ്. അവളുടെ ഒരു വലിയ ഡ്രീമിൽ പങ്കുചേരാൻ വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. ടീമേ, എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒന്നാണിന്ന്. എല്ലാവർക്കും അറിയാമല്ല, നമ്മുടെ അനുമോളാനിക്കുട്ടിയുടെ കല്യാണം പറഞ്ഞിന്ന്. ശരിക്കും അനു എൻ്റെ വീട്ടിൽ ജനിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ അമ്മച്ചിക്ക് വരെ അറിയാം, അനു ശരിക്കും എൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർ മാജിക് ടീമിൻ്റെ ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാ കല്യാണത്തിനും ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ താലി കെട്ടുന്ന സമയമാകുമ്പോൾ ഈ അനുമോൾ എപ്പോഴും ഒരു കരച്ചിലുണ്ട്. എൻ്റെ കൂടെയാണ് എപ്പോഴും ഇരിക്കുന്നത്. പറയുമ്പോൾ കണ്ണ് നിറയോ കട. അപ്പോൾ പറയാം, ടീമേ എന്നാണ് അനുവിൻ്റെ കല്യാണം നടക്കുന്നത്, അവിടുത്തെ കല്യാണം നടക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നടക്കും. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാനിങ്ങനെ അണിഞ്ഞൊരിഞ്ഞ് വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു പയ്യനെ തന്നെ കിട്ടി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ അനുമോളിനെ സ്റ്റാർ മാജിക്കിലൂടെയാണ് സ്വന്തം വീട്ടിലെ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് പ്രായമുള്ള ആൾക്കാരും കുട്ടികളും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് അനു. ഒരു കുട്ടിത്വമാണ് അവൾക്ക്. ആ കുട്ടിത്വമാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അനുക്കുട്ടി കല്യാണം കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇനി മറ്റേ ഭർത്താവിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ അറിയണ്ട. അതിനെക്കുറിച്ച് എല്ലാവർക്കും ആറ്റിവിസിറ്റി കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഒരു വരനെ തന്നെ കിട്ടി. അപ്പോൾ അവർക്ക് ഇനിയുള്ള ലൈഫിൽ നല്ല രീതിയിൽ തന്നെ അങ്ങനെ പോട്ടെ. അനുമോൾ അനുക്കുട്ടിക്കും ഭുവനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. അടിപൊളിയാട്ടാ, ഹാപ്പിയാണ് അനു. ഇന്ന് ഞങ്ങളുടെ അനുവിൻ്റെ കല്യാണമാണ്. ഞാനൊരു 10 വർഷത്തിലധികമായിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം നമ്മൾ കാത്തിരുന്നൊരു കല്യാണമാണ്. ഞങ്ങളൊക്കെ ഈ
ചെറിയ പ്രായത്തിൽ മുതൽ ഇങ്ങനെ എന്നായിരിക്കും നമ്മുടെ കല്യാണം എന്നൊക്കെ ആലോചിച്ച് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴുള്ളൊരു ഇമോഷൻ ഭയങ്കര വലുതാണ്. അവളുടെ ഹൽദി ഞാൻ മിസ് ചെയ്തു. ഈ കല്യാണം മിസ് ചെയ്യരുതെന്ന് അത്രയേറെ നിർബന്ധം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, അവൾ ഒരു മൊമെൻറ്റോടെ എൻജോയ് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ആ ഒരു നമ്മുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരും, ആ സന്തോഷം വരും. നന്നായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ കുടുംബത്തിനെ പോലെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കല്യാണം കണ്ട് സന്തോഷിച്ച ഒരാളാണ് അനു. അനു നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. ഇന്ന് മുതൽ അനുവിൻ്റെ കുടുംബത്തിൽ നമ്മുടെ കോയമ്പത്തൂർ മാപ്പിള ഉണ്ടാവും. അപ്പം കോയമ്പത്തൂർ മാപ്പിളയ്ക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അനുമോൾക്കും 1000 വിവാഹ ആശംസകൾ. ഒരുപാട് വർഷം അല്ലേ, ഒരുപാട് വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും എന്താ പറയുക, ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അനുമോൾ ആൻഡ് ഭുവൻ. കല്യാണം ഇന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആളുകളുള്ള ഒരു ഫംഗ്ഷൻ തന്നെ പറയാം. Happy married life to her, and also let them be happy forever and have a lot of love and happiness in their life. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. സ്റ്റാർ മാജിക്കിൽ അനുമോളുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് മാസമേ ഞാൻ അനുമോളുടെ കൂടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ച് നാൾ കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആളോട് അടുത്തു. ആൾക്ക് തിരിച്ചു എന്നോട് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിട്ട് പോലും നമുക്കൊരു ഇൻവൈറ്റേഷൻ കിട്ടുന്നത് തന്നെ നമുക്ക് ആളുടെ മനസ്സിൽ അത്രയും സ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വരാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലും. അനുവിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് കാണുവാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമാണ് കേട്ടോ. ഒരുപാട് സ്ട്രഗിളും ഒരുപാട് വേദനകളും ആൾ അനുഭവിച്ചിട്ടുണ്ട് ആളുടെ ജീവിതത്തിൽ. അതെല്ലാം ഈ ഒരു കല്യാണത്തോടെ സത്യം പറഞ്ഞാൽ ഫുള്ള് മാറിയതുപോലെയാണ് ആളുടെ ചിരി കാണുമ്പോൾ തന്നെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ദീർഘായുസ്സും ഈശ്വരൻ നൽകട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ് അനു ആൻഡ് ബുവ. ഹലോ, അപ്പം നമ്മളെ അനുക്കുട്ടി ചേച്ചിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ആ കഴിഞ്ഞു, ഇപ്പോൾ ഫോട്ടോ എടുത്ത് ചൂടോടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ, എക്സ്ക്ലൂസീവാ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അവളെ ആ ഒരു സന്തോഷവും എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ എന്താ പറയുക, രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പി. കണ്ണൊന്നും തട്ടാതിരിക്കട്ടെ, അതാ പറയാനുള്ള, കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ ഇങ്ങനെ. അപ്പോൾ അവളും കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കണം എന്ന്. അവൾ കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവളെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയും ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ഞങ്ങളും കാണുന്നുണ്ട് എല്ലാം. ഞങ്ങളടുത്ത് കൊച്ചിയിൽ വന്നാലും എല്ലാം സ്വന്തം ചെയ്ത് എല്ലാം തന്നെ സെറ്റാക്കി, വേറെ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പം എല്ലാം തന്നെ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. അതും ഇത്തരം പരിപാടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അവളുടെ ലൈഫ് അവള് എന്നെ അങ്ങോട്ട് പൊരുതി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് കാണുന്ന ഗ്ലോ ബ്ലഷ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളുടെ ഈ ഒരു ഹാപ്പിനെസ് കണ്ടതിൽ. ഇനി ത്രൂ ഔട്ട് അവരുടെ ഇപ്പം ഈ കാണുന്ന ഈ ഐശ്വര്യം ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഉള്ളെന്ന് നമ്മൾ ആഗ്രഹിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കറിയാം എത്രത്തോളം അവൾക്ക് ഈ ഒരു മൂമെൻറ്റ് സ്പെഷ്യലാണെന്ന്, നമുക്കും എത്രത്തോളം സ്പെഷ്യലാണെന്നൊക്കെ. അപ്പോൾ ഐ ഹോപ്പ് നീ ഇത് കാണുമ്പോൾ ഒന്നും കൂടെ ഹാപ്പി ആവുമെന്ന്. ഹാപ്പി ആയില്ലെങ്കിൽ നീ അങ്ങോട്ട് കൊച്ചിയിലേക്ക് വാ, അടച്ചേരാ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പിയസ്റ്റ് മാരീഡ്. ഓക്കെ, എന്തായാലും സ്റ്റാർ മാജിക് ടീംസിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. അപ്പം ഇവിടെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ പോലെ അനു എത്രയും ചെറിയ പ്രായത്തിൽ വളർന്നു വന്ന് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടിലെ കടങ്ങളും, അത് അനു തന്നെ ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ വീട്ടിലെ കടങ്ങളെല്ലാം പുള്ളിക്കാരി വീട് വെച്ചത് വരെ പുള്ളിക്കാരി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടിട്ടാണെന്നൊക്കെയാണ് അനു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം കുറേ കടങ്ങളൊക്കെ തീർത്ത് ഇത്രയും ചെറു പ്രായത്തിൽ നിന്ന് വന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്ന് എന്തെല്ലാം സമ്മതിച്ചേ പറ്റൂ. ഒറ്റയ്ക്ക് ഈ ഒരു ഇതുവഴി എത്തണമെങ്കിൽ ഒരു ലേഡി എന്ന നിലയ്ക്ക് സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. അനുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വഴിയായിട്ട് പിന്നെ വരാം.